5 വയസ്സുള്ള കുഞ്ഞ്. ഞാൻ ചിലപ്പോൾ അത് പ്രതികരിക്കാതെ ഇരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാതിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അയാൾ അടുത്ത സ്റ്റോപ്പിൽ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ട് മാക്സിമം അതിനെ ഉപയോഗിച്ചിട്ട് അയാൾ കൊന്നു കളയത്തേ ഉള്ളായിരുന്നു. പിന്നെ നാളെ നമ്മൾ പശ്ചാത്തപിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു അനുശോചനം അറിയിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അപ്പം ഇനി ഇങ്ങനെ എനിക്ക് ആരെടുത്താലും പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികരിക്കുക, അറിയിക്കേണ്ടവരെ അറിയിക്കുക, ശിക്ഷ കൊടുക്കേണ്ടത് മാക്സിമം ശിക്ഷകർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ചിന്തിക്കാൻ നമ്മളുടെ കുഞ്ഞാണെന്ന് വിചാരിച്ചിട്ട് തന്നെ അതിൽ നമ്മൾ പ്രതികരിക്കുക. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഞാനും അമ്മയും കൂടി തിരുനെൽവേലിക്ക് പോകുമായിരുന്നു. അപ്പം ഞാൻ കൊട്ടാരക്കരയിൽ നിന്നായിരുന്നു ട്രെയിനിൽ പാലരുവി എക്സ്പ്രസ്സിൽ കയറിയത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 12:15 കഴിഞ്ഞിട്ടാണ് ട്രെയിൻ ലേറ്റ് ആയിരുന്നു. 12:15 ആയപ്പോഴാണ് കൊട്ടാരക്കരയിലെ ട്രെയിൻ എത്തിയിരുന്നത്. അപ്പോൾ എൻജിൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബോഗിയിലാണ് ഞങ്ങൾ കയറിയത്. കയറിയപ്പോൾ തന്നെ ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തി ഓൾറെഡി 2 ലേഡീസും ഈ പുള്ളിയായിരുന്നു ആ സീറ്റിൽ ഇരുന്നത്. ഓപ്പോസിറ്റ് 2 ചേട്ടന്മാരും ഇരിപ്പുണ്ടായിരുന്നു. ഫേസ് ടു ഫേസ് ഇരിക്കുന്ന സീറ്റായിരുന്നു, നോക്കിയിരിക്കുന്ന സീറ്റായിരുന്നു. എന്നിട്ട് ഈ പുള്ളി എന്നോട് കയറിയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, അടുത്തിച്ചിരി സ്ഥലം തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അടുത്തിവിടെ വന്ന് ഇരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അപ്പുറ സൈഡിൽ 2 ചേട്ടന്മാർ മാത്രമേ ഇരിപ്പുള്ളൂ, ചേട്ടനൊരു കാര്യം ചെയ്യും, അപ്പുറത്തോട്ട് ഇറങ്ങിയിരിക്കും, ഞങ്ങൾ ലേഡീസ് 3 പേര് ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നാൽ വേണ്ട, താൻ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ ഈ ചേട്ടന്മാരെടുത്ത് പോയി ഇരുന്നു. ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ ചെറുതായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ ട്രെയിനിലുണ്ടായിരുന്ന മിക്ക ആൾക്കാരും നല്ല ഉറക്കമായിരുന്നു. ഒരു 1:15 ആയപ്പോഴത്തേക്കിന് ഈ പുള്ളി എൻ്റെ കാലിൽ ടച്ച് ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ ഉണർന്നിട്ട് ഞാൻ ഈ പുള്ളി നോക്കിയപ്പോൾ പുള്ളി മൈൻഡ് ചെയ്യാതെ അവിടെ ഇരിക്കുമായിരുന്നു. വീണ്ടും ഞാൻ വെച്ചാൽ അറിയാതെ തട്ടിയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയപ്പം പുള്ളി ഇത് തന്നെ വീണ്ടും ആവർത്തിച്ചു. അപ്പോൾ കാലിൽ തട്ടി. അപ്പം ഞാൻ എന്തോന്ന് വീണ്ടും ചോദിച്ചു പുള്ളിയുടെ. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കാല് മാറ്റി വെച്ചപ്പോൾ പിന്നെ ഇത് 3 തവണ പുള്ളി ഇത് ആവർത്തിച്ചു. അപ്പം ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഈ കാലെടുത്ത് മേളിലോട്ട് വെച്ചോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഈ സീറ്റിലിരുന്ന പെൺകുട്ടികൾ എവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എവിടെ ഇറങ്ങിയെന്ന് ഞാൻ കണ്ടില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു പുള്ളിയുടെ അടുത്തോട്ട് കാലെടുത്ത് വെച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെ അതൊരു ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ല. ഞാൻ ബാഗിനകത്തുനിന്ന് ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി എന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, എന്നെ നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ബാക്കിലോട്ട് പുള്ളി പോയിട്ട് തറയിൽ കിടന്ന ഒരു കുട്ടീനെ എടുത്തുകൊണ്ട് വന്നു. കുട്ടി ബെഡ്ഷീറ്റോട് പൊതിച്ച് ഇട്ടേക്കുമായിരുന്നു അവരുടെ പേരൻസ്. ആ കുട്ടീനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് മടിയിലിരുത്തി. അപ്പം ഞാൻ വിചാരിച്ചത് പുള്ളിയുടെ കുട്ടിയായിരിക്കും. കാരണം ഒരു അച്ഛൻ മകളെ കെയർ ചെയ്യുന്ന പോലെയാണ് ആദ്യം എടുത്തുകൊണ്ട് വന്ന് കുട്ടിയെ പുതപ്പിക്കണു, ഭയങ്കരമായിട്ട് കെയർ ചെയ്തിരുത്തുന്നു. പക്ഷെ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡിൽ എനിക്ക് മനസ്സിലായത് ഇന്ന് കുറച്ച് റോങ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ അടുത്തിരുന്നത് ഒരു തമിഴൻ ചേട്ടനായിരുന്നു. ചേട്ടനോട് ഞാൻ ചോദിച്ചു ചേട്ടാ ഇത് പുള്ളിയുടെ കുട്ടിയാണോ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അല്ലല്ലോ ഇതിപ്പോൾ പുറകിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു റിലേറ്റീവ് ആണോ അറിയാമോ എന്ന് പറഞ്ഞു. അല്ല, പുള്ളി കൊല്ലത്തുനിന്നാണ് കയറിയത്, ഇവരതിന് മുന്നേ ഇതിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിത് വീഡിയോ എടുക്കുമായിരുന്നു. കാരണം പുള്ളിയെ ഞാൻ നോക്കുന്നത് പുള്ളി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിന് പുള്ളി കുഞ്ഞിനെ തലോടുന്നു, ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. ആര് കണ്ടാലും ഒരു അച്ഛൻ മകളെ സ്നേഹിക്കുന്ന പോലെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നോക്കുന്നു പുള്ളിക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി ഞാൻ ഫോണിൽ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കുട്ടീനെ ഈ ബെഡ്ഷീറ്റ് തന്നെ എടുത്ത് പൊതച്ചിട്ട്, പുള്ളി അപ്പോൾ വിൻഡോ സൈഡിലായിരുന്നു ഇരുന്നത്, പൊതച്ചിട്ട് ഈ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റ് സൈഡിൽ അയാളുടെ ഷോൾഡറിലേക്ക് ആ ബെഡ്ഷീറ്റ് മറച്ചു. കുട്ടി പുതപ്പിനടിയിലായിരുന്നു. എന്നിട്ട് ഈ പുള്ളി ഈ കൈ കൊണ്ടുവന്ന് കുഞ്ഞിട്ടുന്നത് ഒരു ചെറിയ ഷോർട്സും ഒരു ടീഷർട്ടും ആയിരുന്നു ഇട്ടിരുന്നത്. ഒരു പൊടി കുഞ്ഞാണ്, അതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു 5 വയസ്സ് പറയില്ല, അത്രയും തീരെ കുഞ്ഞാണ്, നല്ല ഉറക്കമായിരുന്നു അത്. പക്ഷെ ഈ കുട്ടി ഇയാളുടെ മടിയിലിരുന്ന് 2-3 പ്രാവശ്യം തിരികെ മറിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ പുള്ളി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെഡ്ഷീറ്റ് എടുത്ത് റൈറ്റ് ഷോൾഡറിലോട്ട് ഇട്ടതിന് ശേഷം ഈ കുട്ടിയുടെ ഷോർട്സിനകത്തൂടെ കൈ കയറ്റിയിട്ട് പ്രൈവറ്റ് പാർട്സ്, ബാക്കി എനിക്കത് പറയാൻ തോന്നുന്നില്ല, അത്രയും ക്രൂരമായിട്ടാണ് ആ കൊച്ചിൻ്റെ അടുത്ത് ചെയ്തത്. അത് തന്നെ കണ്ടപ്പോഴത്തേക്കിനും ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റു, വീഡിയോ ഓഫ് ചെയ്തിട്ട് ചാടി എണീറ്റിട്ട് ഞാൻ ചോദിച്ചു ഇത് തൻ്റെ കുട്ടിയാണോ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അല്ല. ഞാൻ പറഞ്ഞു താൻ അവരുടെ റിലേറ്റീവ് ആണോ? അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആര് എന്ന് ചോദിച്ചിട്ട് ഞാൻ ബാക്കിൽ വന്നിട്ട് അപ്പോഴത്തേക്ക് എൻ്റെ ബഹളം കേട്ടിട്ട് എല്ലാവരും ഉണർന്നു, അതിനകത്തുണ്ടായിരുന്ന എല്ലാവരും ഉണർന്നിട്ട് എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ബാക്കിൽ വന്നിട്ട് കുട്ടിയുടെ അമ്മ എടുത്ത് ചോദിച്ചു ഇത് ഇയാൾ നിങ്ങളുടെ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അല്ല, ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ അടുത്ത് കിടന്നൊരു കുട്ടി എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾ അറിഞ്ഞില്ല, ഒരാൾ വന്ന് എടുത്തുകൊണ്ട് പോയാൽ അത് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ അവരുടെ അടുത്തും പറഞ്ഞു. അപ്പം പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് ചോദിച്ചു. ഞാൻ ചോദിച്ചു താൻ എന്താ ചെയ്തെന്ന് എനിക്ക് അറിയില്ലെന്ന് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഫുള്ള് പ്രൂഫുണ്ട്, ഞാൻ വീഡിയോ എടുത്തിട്ടാണ് തന്നോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എന്ത് വീഡിയോ, എന്തുവാ കാണിക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് പുള്ളി ഷൗട്ട് ചെയ്തു.
അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു താൻ ഇതല്ലേ കാണിച്ചെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ മുഖത്ത് നോക്കി ഒറ്റ അടി കൊടുത്തു. ഞാൻ അടി കൊടുത്തിട്ട് വെച്ച് ഇനി മേലെ ഇമാതിരിയുള്ള പരിപാടി ഒരാളുടെ കാണിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ബാക്കിൽ നിന്നൊക്കെ ചേട്ടന്മാർ വന്നിട്ട് ചോദിച്ചു എന്താ ഭയങ്കര പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടൻ ഇങ്ങനെയാണ് ആ ഉറങ്ങിക്കിടന്ന പൊടി കുഞ്ഞിനെ എടുത്തോണ്ട് വന്നിട്ട് മടിയിലെടുത്തിട്ട് ഇയാൾ ഇമാതിരി വേലത്തിലുമാണ് കാണിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് പിന്നെ ആൾക്കാരെല്ലാം കൂടെ പ്രതികരിച്ചു, പോലീസിനെ വിളിച്ചു. ഞാൻ തന്നെയാണ് എൻ്റെ ഫോണിൽ നിന്ന് തന്നെയാണ് നമ്പർ എടുത്തിട്ട് പോലീസിനെ വിളിച്ച് ചേട്ടന്മാരെ കൊടുത്തു. പോലീസ് വന്നു പ്രതിയെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ അയാൾക്ക് കിട്ടാവുന്ന മാക്സിമം ശിക്ഷ എന്താണെന്ന് വെച്ചാൽ കിട്ടണം. കാരണം നാളെ ഒരാൾക്ക് പോലും ഇങ്ങനെ വരില്ല. ഇതിപ്പം എൻ്റെ മുന്നിൽ വരുന്ന രണ്ടാമത്തെ കേസാണ്. കാരണം ഒരിക്കൽ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് വന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരു ട്രെയിനിൽ താഴെ ഇരിക്കുമായിരുന്നു. ഞാൻ ബർത്തിൽ കിടക്കുമായിരുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്ന് അത് ഹസ്ബൻഡും വൈഫും കൂടെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ആ പുള്ളി ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്ന് ആ ഒരു കുട്ടി നല്ലൊരു 10-18 വയസ്സ് വരുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഈ പുള്ളി എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് ചോദ്യം ചെയ്തു. അപ്പോഴത്തേക്കിന് പുള്ളി പേടിച്ചിട്ട് ഇത് ഫുള്ള് എല്ലാത്തിനും ഡിലീറ്റ് ചെയ്തു. എന്തുകൊണ്ട് കാണിക്കുന്നു പറഞ്ഞിട്ട് ഫോൺ എടുത്ത് എൻ്റെ മുന്നിലോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു എന്തുകൊണ്ട് ഇതിനകത്തെടുത്ത് കാണിക്കും, ഞാൻ എന്ത് ചെയ്തേന്നൊക്കെ ചോദിച്ചു. ഞാൻ ഫുള്ള് റിക്കവർ ചെയ്തിട്ട് പുള്ളി എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് താൻ ചെയ്തതെന്ന് പറഞ്ഞു. അതും ഇതുപോലെ ഞാൻ ഇരിങ്ങാലക്കുട പോലീസിനെ വിളിച്ചിട്ട് ഇതുപോലെ അവിടുത്തെ സ്റ്റേഷനിൽ വെച്ചിട്ട് പുള്ളിയെ കൊടുത്തു. അപ്പം ഇങ്ങനെ ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെയുള്ള ഒരു അനുഭവം വരരുത്. അപ്പം ഇമാതിരിയുള്ള തെറ്റ് ചെയ്യുന്ന ആരായാലും അവർക്ക് മാക്സിമം ശിക്ഷ തന്നെ കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇന്ന് ഞാൻ പോയി പുനലൂർ പോയിട്ട് മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സപ്പോർട്ട് ഞാൻ പോലീസുകാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. എൻ്റെ പേര് വീണ എന്നാണ്. കൊട്ടാരക്കര കോട്ടാത്തിലെയാണ് എൻ്റെ സ്ഥലം. സാധാരണ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പം സ്ത്രീകളാരും പ്രതികരിക്കാത്തതാണ്. അതെ, എന്റെ അടുത്തിരുന്ന ചേട്ടൻ പോലും ആ ചേട്ടനോട് ഞാൻ പറയുന്നുണ്ട് അയാൾ റോങ് ആണ്, ആ കുട്ടിയെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര മോശമാണെന്ന് പറയുമ്പോൾ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു ടൈമാണ് അവർ ആണുങ്ങളാകുമ്പോൾ കുറച്ച് പ്രതികരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ചേട്ടൻ്റെ അടുത്തത് പറയുന്നത്. പക്ഷെ പുള്ളി അത് അനങ്ങാതെ കണ്ണടച്ചിട്ട് ഇങ്ങനെ തലയും കുലുക്കി അനങ്ങാതിരിക്കുന്നു. പക്ഷെ എനിക്കത് കണ്ടു നിൽക്കാൻ തോന്നിയില്ല. കാരണം ഒരു ഇങ്ങനെ ഞാൻ സത്യത്തിൽ ഞാനും ഒന്ന് മയങ്ങിയായിരുന്നു. മയങ്ങിയപ്പോൾ ഇവക്കുള്ള ബഹളം കേട്ടിട്ട് ഇയാൾ എന്തുകൊണ്ടേ കാണിക്കുന്നതെന്ന് ചോദിക്കുന്ന കേട്ടോണ്ടാണ് ഞാനും ഉണർന്ന് നോക്കിയപ്പോൾ ഇതുപോലെ ഞാൻ ചോദിച്ചു മോളോട് എന്തോ കാര്യമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇന്നതാമേ ഇന്നതുപോലെ ആ കൊച്ചിനെ എടുത്തുകൊണ്ട് വന്ന് ഇതുപോലെ കുറേ നേരം കൊണ്ട് ഇവിടെ ഇരുന്ന് ഓരോ ഇതൊക്കെ കാണിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും പിന്നെ ഭൂമിയിലുള്ള ആളുകൾ മൊത്തം ഇറങ്ങി വന്ന് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അവിടെ. പക്ഷെ പോലീസുകാരെ വിളിച്ചിട്ട് കുറേ പ്രാവശ്യം അവരെ കുറേ നമ്പറുകളിലൊക്കെ വിളിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ ലാസ്റ്റിലാണ് ചെങ്കോട്ട പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അവരോട് പറഞ്ഞതുപോലെ സ്റ്റേഷനിൽ വന്ന് നിൽക്കണം, ഇങ്ങനൊരു പ്രതി ഇങ്ങനൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞ് അവരെ വിളിച്ച് പോലീസിൽ ഏൽപ്പിക്കുക. പക്ഷെ എൻ്റെ മോൾ ഇത്രയും ഒരു കാര്യം ചെയ്തതിൽ എനിക്ക് നല്ല ഭയങ്കര അഭിമാനമുണ്ട്. ഇനി ഒരു കൊച്ചുങ്ങൾക്കും ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരരുതല്ലോ. അത് എൻ്റെ മോള് ഒരുപാട് പേര് ഇന്ന് എന്നെ വിളിച്ചിട്ട് തന്നെ മോൾ ഇത്രയും ഒരു നല്ല കാര്യമാണല്ലോ ചെയ്തത്, ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയല്ലോ, നല്ല കാര്യമാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് അഭിനന്ദിക്കാൻ എല്ലാം ചെയ്തിരുന്നു. ഇപ്പൊ ഏത് സ്റ്റേഷനിൽ വെച്ചായിരുന്നു ഇത് സംഭവിച്ചത്? ഏത് അല്ല ഞങ്ങൾ തെന്മല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചെങ്കോട്ട പോലീസ് അല്ല, നമുക്ക് തെറ്റില്ല. ചെങ്കോട്ട പോലീസ് അല്ലായിരുന്നു. ചെങ്കോട്ട പോലീസിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. പുനലൂർ പോലീസാണ് വന്നത്. പുനലൂർ പോലീസാണ് വന്നത്. പുനലൂർ പോലീസാണ് വന്നത്. അവരെയാണ് കോണ്ടാക്ട് ചെയ്തത്. ഇത് എവിടെ മുതലാ വെച്ചാ ഈ കണ്ട് ഇങ്ങനെ ഒരു സംഭവം കണ്ടത്? പുള്ളി എന്നെ ശല്യം ചെയ്യാൻ ഏതാണ്ട് തെന്മല തൊട്ടേ എന്നെ കാലിലിട്ട് ഇതാക്കി എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ദേഷിച്ചിട്ടാണ് പുള്ളി എടുത്ത് ഞാൻ പറഞ്ഞില്ല എനിക്കിതിൽ ഞാൻ കാല് വെക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ദേഷിച്ചിട്ട് പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. കാരണം പുള്ളി ഇങ്ങനെ നമ്മളായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കല്ലേ, പിന്നെ എന്താ ആവുന്നതിനുള്ളൊരിതിൽ ഞാൻ ഉറങ്ങില്ല. അത് ഞാൻ എല്ലാവരും ഉറക്കമായിരുന്നു കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമായിരുന്നു, തിരുനെൽവേലിക്ക് പോകുമായിരുന്നു. ഇങ്ങനെ എടുത്ത് ഇയാൾക്കുള്ള ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷനിൽ ഈ കൊച്ചിനെ കൊണ്ട് അയാളെ ഇറങ്ങിയാനെ കൊച്ചിനെ കൊണ്ട്. പക്ഷെ അതിനു മുമ്പേ അവളത് കണ്ടതും ഇത്രയും പ്രതികരിക്കാൻ പറ്റിയത് കൊണ്ട് ഇന്നും ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനും പറ്റി. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എവിടെങ്കിലും കൊന്ന് കളയാം. ആ കുഞ്ഞെന്നിട്ട് പോലും ഈ പ്രശ്നങ്ങൾ കണ്ടപ്പോഴേ അത് പേടിച്ച് കണ്ണൊക്കെ ഇങ്ങനെ ഉരുട്ടി ആ കുഞ്ഞ് ഒതുങ്ങി അങ്ങ് ഇരിക്കുവായിരുന്നു. പേരൻസും ഒക്കെ ഭയങ്കര കരച്ചിലും കാര്യം ഭയങ്കര വിഷമമായിപ്പോയി. അവർക്ക് അവരുടെ ഒരു അശ്രദ്ധ കൊണ്ടായാലും പറ്റിപ്പോയി. പക്ഷെ രക്ഷിക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അയാൾക്ക് നല്ല മാക്സിമം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ശിക്ഷ തന്നെ കൊടുക്കണം, അതാണ് വേണ്ടത്. ഓക്കെ